പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഇളവൻ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്നു ദൈവമക്കളുമായിട്ട് ദൈവവചനത്തിൻ്റെ വസ്തുതകൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളവന് ഭാഗ്യം നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെയും സംസാരിക്കപ്പെടുന്നതായ വചനഭാഗങ്ങൾ ദൈവമക്കൾക്ക് ശ്രദ്ധിക്കുവാനായി കേൾക്കുവാനായിട്ട് കഴിയും. അത് കേൾക്കുകയും വചന യാഥാർത്ഥ്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ 10ാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുന്നത്. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ആധികാരികമായിട്ട് ചിന്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയം പോലെ തന്നെ അവൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന വിഷയം ശരിക്കും ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സത്യദൈവത്തെക്കുറിച്ച് ശരിക്കും പഠിക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ പലവിധത്തിലുള്ളതായ തെറ്റിദ്ധാരണകളും സംശയങ്ങളുമൊക്കെ ഉണ്ടാവുകയും ശരിയായിട്ടുള്ളതിൽ നിലനിൽക്കുവാൻ കഴിയാതെ മാനസികമായിട്ട് നാം പല ചിന്തകളിലേക്ക് തിരിയുവാൻ ഇടയായിത്തീരുമെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. സത്യദൈവത്തെക്കുറിച്ച് അറിയേണ്ടം പോലെ അറിയുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് അവൻ്റെ വിശ്വാസത്തെ പൂർണ്ണമാക്കുവാൻ സാധ്യമല്ല. അവൻ്റെ വിശ്വാസം പൂർണ്ണമാക്കുവാൻ കഴിയണമെങ്കിൽ സത്യദൈവത്തെക്കുറിച്ച് അറിയേണ്ടം പോലെ അറിയുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമായി തീരണം. എങ്കിൽ മാത്രമേ അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് നാൾക്കുനാൾ വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം വ്യാജ ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അത്തരക്കാരായ ആളുകൾ മറ്റുള്ളവരുടെ ഉപദേശം വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാനും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്നതാണ് യാഥാർത്ഥ്യം, മറ്റുള്ളവർ പറയുന്നതൊക്കെ വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാൻ ഈ വ്യാജന്മാർ വളരെയധികം പ്രയത്നിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ വ്യാജ ഉപദേശം എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശ സത്യത്തിന് വിരുദ്ധമായി സംസാരിക്കപ്പെടുന്ന സകല ഉപദേശങ്ങളും വ്യാജ ഉപദേശങ്ങളാണ്. വ്യാജ ഉപദേശങ്ങൾ നിമിത്തം ലോകം മുഴുവനും ശത്രുവാകുന്ന പിശാച് അവൻ്റെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ലോകത്തെ ശത്രു ബന്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി
സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിക്ക് സാക്ഷാൽ കർത്താവിൽ സ്വതന്ത്രമായി തീരുവാൻ ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. യാതൊരു കാരണവശാലും ശത്രു അവനെ ബന്ധനത്തിലാക്കുവാൻ ഇടവരാതെ വണ്ണം ക്രിസ്തുവിൽ ആ വ്യക്തി സ്വതന്ത്രനായി തീരുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി കർത്താവിനെ സേവിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും സ്തോത്രം വിഷയം ചിന്തിക്കുക, കേൾക്കുക, പഠിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതിന് അനുസരണമായിട്ടുള്ള ചില വേദഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ കേൾക്കുകയും തിരുവചനം പരിശോധിച്ച് വസ്തുതകൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇവിടെ സകല മനുഷ്യരും ഒരുപോലെ കൂട്ടം വിട്ട് പല വഴികളിലേക്ക് തിരിയുന്ന ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഇടയന്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ ആടുകൾ സ്വന്തം മാർഗങ്ങളിലേക്ക് തെറ്റിവിടുന്നു മാറുവാൻ ഇടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവം ആജ്ഞാപിക്കുന്ന നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ അല്ലാതെ മാനുഷികമായിട്ടുള്ള ചിന്തയിലൂടെ മനുഷ്യൻ കടന്നു പോകുവാനിടയായി തീർന്നു. എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. യഹോവയായ ദൈവത്തിൻ്റെ മേൽ മനുഷ്യൻ്റെ അകൃത്യം ചുമത്തി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യഹോവയായ ദൈവം തന്നെയാണ് മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നത് എന്ന് വളരെ വളരെ നാം കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ വസ്തുതകളെ നാം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ദൈവവചനം അനുശാസിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും തെറ്റി ഒഴിഞ്ഞു പോകുന്നവരായിട്ടല്ല, നിത്യതയിൽ ചെന്നു ചേരുവാൻ യോഗ്യമായ ജീവിത നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അതിൻ്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ കാണുവാൻ കഴിയുകയാണ്. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ, അവൻ്റെ ശരീരത്തിലെ ഏറ്റതായ അടിപ്പാടുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാപസംബന്ധമായി പൂർണ്ണമായി മരിച്ച് നാം നീതിക്ക് ജീവിക്കേണ്ടുന്നവരാണ്. ശരിയായിട്ടുള്ള മാനസാന്തരത്തിൽ കൂടെ അല്ലാതെ പാപസംബന്ധമായി മരിക്കുവാൻ കഴിയുകയില്ല, നീതിക്ക് ജീവിക്കുവാനും കഴിയുകയില്ല.
അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരേണ്ടതിന് അരുമനാഥനായ കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ അടിപ്പിണരാലാണ് നമുക്ക് സൗഖ്യം വരുവാനിടയായി തീർന്നത് എന്നും തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ 25-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇടയനില്ലാത്ത ആടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാകുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പാതയിലൂടെ കടന്നു പോകുവാൻ പലർക്കും കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നതായ വ്യക്തികളെ അവിടെ പറയുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്വതന്ത്രം, നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയൻ അരുമനാഥനായ കർത്താവാണ്. അവനാണ് അധ്യക്ഷനായിട്ടുള്ളവൻ. അവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണാൻ കഴിയുന്നത്. അത് കാരണം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അരുമനാഥനായ കർത്താവ് നമ്മളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറുകയും അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് സ്തോത്രം, തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്ന നിങ്ങളെ ഇപ്പോൾ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടക്കി വരുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ അവൻ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുപോലെ നാം നമ്മുടെ പാപത്തിന് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നീതിമാന്മാരുടെ കൂട്ടത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയും. സ്തോത്രം, കർത്താവിനോടുകൂടെ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം, 2 കൊരിന്ത്യർ 5:21 വായിക്കുമ്പോൾ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ പാപം അറിയാത്തവനായിരുന്നു, പരിശുദ്ധനായ ദൈവമായിരുന്നു. സ്തോത്രം, എന്നാൽ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കിയെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പാപമറിയാത്തവനായി, നിഷ്കളങ്കനായി, നിർമ്മലനായി, വിശുദ്ധനായി, പരിശുദ്ധിയിലായിരുന്ന ആത്മാവും അദൃശ്യനുമായ ദൈവം, സ്തോത്രം, നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പം നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ എന്ന് നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളും സ്തോത്രം ദൈവവചനത്തിന് നിർമ്മലമാകുന്ന വസ്തുതകളെ ഗ്രഹിക്കാതെ
പലവിധമാകുന്ന വ്യാജ ഉപദേശങ്ങൾക്ക് വശംവദനായി സ്തോത്രം ആ വചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ചു പോരുന്നവരാണ്. എന്നാൽ നാം ഓരോരുത്തരും പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ എന്ന് പറഞ്ഞാൽ സ്തോത്രം വ്യാജ ഉപദേശത്തെ പൂർണ്ണമായി നീക്കിക്കളവീൻ എന്ന് നമ്മുടെ പെസഹ കുഞ്ഞാടും നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട് പഴയ പുളിമാവ് പൂർണ്ണമായി നാം നഷ്ടപ്പെടുത്തി ഇല്ലാതെയാക്കി സ്തോത്രം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയതിന് പൂർണ്ണമായിട്ട് നാം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്തോത്രം പഴയ അവസ്ഥയിൽ നിന്ന് നമ്മെ പുതു മനുഷ്യനാക്കി എടുക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കടന്നു വരുവാനും നമുക്ക് വേണ്ടി അവൻ യാഗമായി തീരുവാൻ, അവൻ അറുക്കപ്പെടുവാനിടയായി തീർന്നത് നമ്മെ പുതിയ പിണ്ഡമാക്കി എടുക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കേണ്ടതിന്, നീതിമാനാക്കി തീർക്കേണ്ടതിന് വേണ്ടി നീതിമാനായ ദൈവം നീതികെട്ടവരായ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഉദരത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് പാപമില്ലാത്തവനായ കർത്താവും മരിച്ചു. നമ്മുടെ പാപങ്ങൾക്കായുള്ള പിഴ അവൻ നൽകി എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. നാം മരിക്കേണ്ടത് സ്ഥാനത്ത് പാപമില്ലാത്തവനായ കർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ സ്തോത്രം അവനിലുള്ള ദൈവത്വമല്ല മരിച്ചത്, ദൈവമല്ല മരിച്ചത്, അവനിലുള്ള മനുഷ്യത്വമാണ് മരിക്കുവാനിടയായി തീർന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്കായുള്ള പിഴ അവൻ നൽകി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് നാം നൽകേണ്ട പിഴ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജഡത്തിൽ മരണം സ്വീകരിച്ചത് മുഖാന്തരമായിട്ട് അതിൻ്റെ പിഴ കൊടുക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യഭാഗങ്ങളിലൂടെ വായിക്കുമ്പോൾ, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ ജീവനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും അത് പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എനിക്ക് എൻ്റെ പിതാവിങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. കർത്താവ് തൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അതിനെ യാഗമായി കൊടുക്കുവാൻ ഇടയായി തീർന്നത്. അത് മുഖാന്തരമായി സർവശക്തനായ ദൈവമായ പിതാവ് തൻ്റെ മനുഷ്യത്വത്തെ എപ്പോഴും സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എനിക്ക് എൻ്റെ പിതാവിങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ് എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അരുമനാഥനായ കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത് അവൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട്
ശുശ്രൂഷ ചെയ്യിപ്പാനായിട്ടല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവ് മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷിപ്പാനായിട്ടല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനായിട്ടുമാണ് കർത്താവ് വന്നത് എന്ന് കർത്താവ് തന്നെ പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ക്രിസ്തു പാപിയായ മനുഷ്യന് പകരക്കാരനായി മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണം ഒരു വീണ്ടെടുപ്പാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. പാപികളായ മനുഷ്യർക്ക് വേണ്ടി പകരക്കാരനായിട്ടാണ് കർത്താവ് മരിക്കുവാനിടയായി തീർന്നത്. ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യൻ്റെ വീണ്ടെടുപ്പായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വില കൊടുത്ത് വാങ്ങി നമ്മെ സ്വതന്ത്രമാക്കി ക്രിസ്തുവിൻ്റെ മരണം തിരികെ കൊടുക്കലാകുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തിരികെ നൽകി ക്രിസ്തുവിൻ്റെ മരണം പാപരഹിതമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന നമ്മെ, സ്തോത്രം, തൻ്റെ പ്രാണൻ മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രമാക്കി എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന നമ്മെ കർത്താവിൻ്റെ മരണം മൂലമാണ് സ്വതന്ത്രമാക്കപ്പെടുവാനിടയായി തീർന്നു. ക്രിസ്തുവിൻ്റെ മരണം ഒരു തിരികെ കൊടുക്കലാകുന്നു എന്നും നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തിരികെ നൽകി എന്നും ക്രിസ്തുവിൻ്റെ മരണം പാപരഹിതമായിരുന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അവങ്കലുള്ള വിശ്വാസ നിമിത്തം അവൻ്റെ രക്തം മൂലം, അഥവാ അവൻ്റെ പ്രാണൻ മൂലം, അവൻ്റെ ജീവൻ മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ ഗോൽഗോഥ മലമുകളിൽ പരസ്യമായി എല്ലാവർക്കും ഒരുപോലെ കാണത്തക്ക രീതിയിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നീതിമാൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അവൻ്റെ രക്തം മൂലം നമ്മുടെ മരണത്തിന് പ്രായശ്ചിത്തമായി തീരേണ്ടതിന് വേണ്ടി അവനെ വിശ്വസിക്കുന്നവർക്ക് ആ രക്ഷ ലഭ്യമായി തീരേണ്ടതിന് വേണ്ടി അവനെ പരസ്യമായി ദൈവം നിർത്തിയിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് നമ്മുടെ പാപങ്ങളെ പൊറുക്കുന്നത് നിമിത്തമായിട്ട് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയും നമ്മെ നീതിമാന്മാരുടെ പട്ടികയിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ പ്രായശ്ചിത്ത മരണം നിമിത്തമായിട്ട്, സ്തോത്രം, രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നീതി സംബന്ധമായിട്ട് നീതീകരിക്കപ്പെട്ടതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീതീകരണം എന്ന് പറയുന്നത് ഒരു കുറ്റവാളിയായ വ്യക്തിയെ അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനെ പോലെയും ഒരിക്കലും ഒരു കുറ്റവും ചെയ്യാത്തവനെ പോലെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് നീതീകരണം എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ആ വിധത്തിൽ
നമ്മുടെ ജീവിതത്തിലെ സർവ്വവിധമാകുന്ന കറകളും പൂർണ്ണമായി തുടച്ചു നീക്കി നമ്മെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തത് ആത്മനാഥനായ കർത്താവ് സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ മനുഷ്യത്വം നമുക്ക് വേണ്ടി കാൽവറിയിൽ ചേന്തുവാനിടയായി തീർന്നവൻ്റെ രക്തത്താലാണ് നമുക്ക് ഈ വീണ്ടെടുപ്പും പാപമോചനം ലഭിക്കുവാനിടയായി തീർന്നത് എന്നും ദൈവവചനം വളരെ നന്നായി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാതെ പരമനാഥനായ കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമായി തീരേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് സ്വതന്ത്ര കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ആ നീതിയുടെ കിരീടത്തിന് അവകാശികളായി തീരുവാൻ സ്തോത്രം അരമരക്ഷകനായിരിക്കുന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ഒക്കെയും അവൻ്റെ സ്തോത്രം രക്തനിമിത്തമായിട്ട് ശുദ്ധീകരിച്ച് നമ്മെ നീതിമാന്മാരുടെ പട്ടികയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ബോധ്യമുള്ളതായ ദൈവമക്കൾ ഇനി ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധമാകുന്ന പാപക്കറകളും ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് തങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനം അതിനായിട്ട് നമ്മെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ കാണുന്നത്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. പരമനാഥനായ നമ്മുടെ കർത്താവും മരക്കുരിശിൽ തൂങ്ങുവാനിടയായി തീർന്നു. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്ക് അവങ്കലുള്ള പ്രത്യാശ നിമിത്തം, വിശ്വാസം നിമിത്തമായിട്ട് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുന്നു എന്നും തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിനി ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം നിങ്ങൾക്കായി എഴുതുന്നത്, അല്ലെങ്കിൽ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ളതായ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി തീരുവാനിടയായി തീർന്നു. അവൻ കാൽവറിയിൽ ചിന്തിയ അവൻ്റെ സ്വന്തം രക്തം നിമിത്തമായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും വീണ്ടെടുപ്പ് ലഭ്യമായി തീർന്നിട്ടുള്ളത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ ഇനി ഒരിക്കൽ പോലും പഴയ മാർഗത്തിലേക്ക് തിരിയുവാൻ പാടില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്.
പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ അവന് പഴയ അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടും മാറ്റമുണ്ടാകും. ക്രിസ്തുവിലായി എന്ന് ഭാവിക്കുന്നത് കൊണ്ടൊരിക്കലും പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരികയോ പുതിയ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യും എന്നാരും പ്രതീക്ഷിക്കേണ്ട. വാസ്തവമായിട്ടും വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പുതുമനുഷ്യനായി തീരുവാൻ കഴിയുകയുള്ളൂ. പഴയതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളയുവാനും പുതിയത് സ്വീകരിച്ചുകൊണ്ട് പുതിയ അവസ്ഥയിലൂടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കഷ്ടതകളോ പ്രയാസങ്ങളോ പരീക്ഷകളോ പരിശോധനകളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാനുള്ളതായ ആത്മധൈര്യം ലഭിക്കുവാനിടയായിത്തീരും. കാരണം സ്തോത്രം, പരിശുദ്ധനായ കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശുദ്ധൻ്റെ ഹൃദയത്തിൽ അവനെ ധൈര്യപ്പെടുത്തുകയും അവനെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും വിജയകരമായി മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് അവനെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് അഥവാ വീണ്ടും ജനനം ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. അങ്ങനെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയൂ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ, അവൻ ഏകനോ ഒരുപക്ഷെ ഒന്നിലധികമോ എന്നുള്ളതായ വസ്തുത തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ ശരിക്കും മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം ലഭിക്കുകയുള്ളൂ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് സത്യം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അവൻ പല നിലകളിൽ ചിന്തിക്കുകയും പല വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പരിശുദ്ധനായ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു എങ്കിൽ സ്തോത്രം, അവനിൽ നാം വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സകല പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയവന് വേണ്ടി ഈ സമയം അനുവദിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇളയവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ 10ാമത്തെ ഭാഗവും സ്തോത്രം കർത്താവെ പഠിക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സ്വർഗം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഇത് അനേകർക്കും ആത്മാവിൻ്റെ ഒരു സ്തോത്രം അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ, സകല പ്രിയപ്പെട്ടവരും ആത്മരക്ഷ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ കൃപ നൽകുകയാണ്. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, ദാസന്മാരെ അനുഗ്രഹിക്കണം, എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും ഭരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.